നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും വേദപുസ്തകം തുറന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധനായ പൗലോസ് വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ മുമ്പ് കേട്ട വചനത്തോട് ചേർന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് ഈ രാത്രി വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. കണ്ണുകൾ അടച്ചൊരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്തരായ അഭിഷക്തരിലൂടെ ഈ ദേശത്തോടും അങ്ങയുടെ ജനത്തോടും ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഈ സമാപന സന്ദേശം ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന രാത്രിയാക്കി മാറ്റണമേ. ആത്മാവ് സകലത്തെയും നിയന്ത്രിക്കണമേ. ഈ രാത്രി ദുരാത്മ മണ്ഡലങ്ങൾ അടയപ്പെടട്ടെ. ആത്മീക മണ്ഡലങ്ങൾ ഈ രാത്രി തുറക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയിലും ദൈവവചനത്താൽ സ്പർശിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരം ഈ രാത്രി ഓരോരുത്തർ തൊടുമാറാകണമേ. ആ തിരുമുഖം ഈ ജനത്തിൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ. ആ മുറിവേറ്റ തൃക്കരം ഈ ജനത്തെ തൊടണമേ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് കഴിവുകളൊന്നുമില്ല, എന്നാൽ ഈ രാത്രി സകലത്തെയും നിയന്ത്രിക്കുന്ന എൻ്റെ കർത്താവ് ഈ രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ പന്തലിലും ശബ്ദപരിധിയിലും നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ വന്നിരിക്കുന്നവരുണ്ട്, ഹൃദയത്തിൽ ഒത്തിരി നൊമ്പരങ്ങൾ ഉള്ളവരുണ്ട്, സങ്കടങ്ങൾ ആരോട് പറയണമെന്നറിയാതെ വ്യാകുലപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം ആശ്വാസദായകനായ യേശുവിൻ്റെ കരം ഈ രാത്രി തൊടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ. എതിരായി ഒളിഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളെ, സ്വർലോക മണ്ഡലങ്ങളെ വ്യാപരിക്കുന്ന ദുർആത്മ ശക്തികളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് അമർച്ച ചെയ്യുന്നു. മുഴുമകുത്വം അങ്ങയ്ക്ക്. 7 ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ സവിശേഷമായ ഒരു ചിന്തയാണ് നാം ഇവിടെ വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് വളരെ ആധികാരികമായി കർത്താവിൻ്റെ ദാസൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ സർവ്വസത്ത് മാത്രം എടുത്ത് നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ ഹൃദയത്തിൽ അത് വളരെ പ്രത്യാശ ഉളവാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനോട് ചേർന്ന് അതിശക്തനായ പൗലോസിൻ്റെ തൂലികയിലൂടെ കിടയറ്റ, ഈടുറ്റ, തികവുറ്റ 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് നൽകുകയുണ്ടായി. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ അതിനെ 4ആയി തിരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, 1-ാമത്തെ പൗലോസിൻ്റെ ലക്ഷ്യം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയാണ് എഫേസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ താന് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതി നമുക്ക് നൽകിയത്. 2ാമത്തെ തൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു രക്ഷാകേന്ദ്രീകൃതമായ വിഷയങ്ങൾ. റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനമൊക്കെ അതിനെ ആസ്പദമാക്കിയാണ് താൻ എഴുതിയിരിക്കുന്നത്. 1-2 തെസ്സലോനിക്ക ലേഖനം അന്ത്യകാല ശാസ്ത്രത്തെ കേന്ദ്രീകൃതമാക്കി പൗലോസ് എഴുതിയപ്പോൾ 1-2 തീമത്തിയോസും തീത്തോസും ഫിലോമോനും സഭാശാസ്ത്ര ലേഖനങ്ങളാണ്, വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങളാണ്. എന്താണ് സഭ, എന്തല്ല സഭ, സഭയുടെ അധ്യക്ഷനാരാണ്,
അധ്യക്ഷൻ്റെ യോഗ്യത എന്താണ്, വിശ്വാസി സഭയിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. 10 ലേഖനങ്ങൾ പൗലോസ് സഭയ്ക്ക് എഴുതിയപ്പോൾ 4 ലേഖനങ്ങൾ പൗലോസ് വ്യക്തികൾക്ക് എഴുതി. അതിനകത്തെ വ്യക്തികൾക്ക് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ 2 വാക്യങ്ങളാണ് നമ്മൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ആ വാക്യത്തിൽ 2 കാര്യങ്ങൾ പ്രസംഗിക്കാനേ നമുക്ക് സമയമുള്ളൂ. ഭാഗ്യകരമായ പ്രത്യാശ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രത്യാശയോടൊന്ന് പറഞ്ഞേ എല്ലാവരും. 2, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. എല്ലാവരും ഒന്ന് പറയുമോ? മഹാദൈവവും. ആ ദൈവം ഇവിടെ എഴുന്നള്ളി വന്നേക്കുന്നേ. ആ ദൈവത്തെ, ആ ദൈവത്തിന്റെ മഹത്വത്തോടെ പറയണം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഈ യോഗം ഒരു പക്ഷെങ്കിൽ ബെന്തക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് യോഗമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. ഇനി നമ്മൾ പറന്തലിലൊരു ജനറൽ കൺവെൻഷനോ, തിരുവല്ലയിൽ ഒരു ജനറൽ കൺവെൻഷനോ, കുമ്പനാട് ഒരു ജനറൽ കൺവെൻഷനോ നടക്കണമെന്നില്ല. അതിനു മുമ്പേ ഒരു പക്ഷെങ്കിൽ അപ്രത്യക്ഷത സംഭവിച്ചേക്കാം. പ്രത്യാശയുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് മുമ്പ് ആരാ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രസംഗം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദൈവദാസന് ദൈവാത്മാവ് ഇടപെട്ടതും കർത്താവിൻ്റെ വരവാണെങ്കിൽ, ഇന്ന് രാത്രി 2ാമത് വന്ന ഈ രാത്രി എൻ്റെ പ്രസംഗവും അത് തന്നെയാണെങ്കിൽ, നിശ്ചയമായിട്ട് ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പായി പറയട്ടെ, ഒരു പക്ഷെങ്കിൽ ഈ യോഗം ആശീർവാദം പറയും മുമ്പേ ആ പ്രത്യക്ഷത സംഭവിച്ചേക്കാം. ഒരുക്കത്തോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരങ്ങളൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ. തേജസ്സിന്റെ പ്രത്യക്ഷത, നമ്മുടെ മഹാദൈവമായ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള വിശ്വാസികൾ ഈ പന്തലിൽ ഉണ്ടെങ്കിൽ അവർ ഈ രാത്രി 2 കരം ഒന്ന് ചേർത്തടിച്ച് പ്രത്യാശയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Praise the Lord. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന ധാരാളം ആളുകളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇന്ന് പുതുതായിട്ടുണ്ടായ കാര്യമല്ല. ധന്യനായ പൗലോസ്ലീഹ പ്രസംഗിച്ചിരുന്ന കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി ആളുകൾ ഉള്ള സമയത്ത് സകല മനുഷ്യരുടെയും വായടപ്പിച്ചുകൊണ്ട് പൗലോസ് എഴുതിയ പദമാണ്, യേശുക്രിസ്തു വെറുമൊരു ദൈവമല്ല, യേശുക്രിസ്തു മഹാദൈവമാണ്. നിങ്ങൾ ആ വാക്യത്തിന് അടിവരയിടാൻ മറക്കരുത്. നമ്മൾ ഈ രാത്രി ആരാധിക്കുന്ന യേശുക്രിസ്തു സാധാരണ ദൈവമല്ല, അവൻ ഈ രാത്രി മഹാദൈവമാണ്. വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ പന്തലിൽ ഈ രാത്രി എഴുന്നള്ളി വന്നിരിക്കുന്നത് ഈ മഹാദൈവമാണ്. അവൻ ആരാണെന്ന് തെളിയിക്കുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അത് തെളിയിക്കാൻ പൗലോസ് എഴുതിയ വാക്യം തീമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. ഒന്ന് വേഗത്തിൽ വായിച്ചാട്ട്. 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഒരല്ലേലൂയ പറയണം. തേജസ്സിൽ എടുക്കപ്പെട്ടവൻ തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തേജസ്സിൽ എടുക്കപ്പെട്ടവൻ തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാ. എത്ര ശ്രദ്ധേയമായ വാക്യമാ പൗലോസ് എഴുതിയേ. ഇങ്ങനെ
ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വിശ്വസിക്കുന്നു. എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? ഒന്ന്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആര്? സാക്ഷാൽ ദൈവം. ഇവിടെ വന്ന് 10 കുഷ്ഠരോഗിയെ ഒന്നിച്ച് സൗഖ്യമാക്കിയപ്പോൾ ആ 10 കുഷ്ഠരോഗികളുടെ സംഘടന ചേർന്ന് ദൈവമാക്കിയ ആളല്ല. ഇവിടെ 5000 പേർക്ക് അപ്പം കൊടുത്തപ്പോൾ അപ്പം ഭക്ഷിച്ച് 5000 പേര് ദൈവമാക്കിയ ആളല്ല. ഇവിടെ 4000 പേരെ 7000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവന് ചേർന്ന് ദൈവമാക്കിയ ആളല്ല. അവൻ ദൈവമായിരുന്നു. ദൈവമായവൻ ഈ ലോകത്തിൽ നമ്മെ രക്ഷിക്കാൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ഒരു ചരിത്രം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊരുത്തനില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, മറ്റൊരുത്തന് രക്ഷയില്ല. ഈ രാത്രി നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ, ഓ ഹല്ലേലൂയ, പൗലോസ് ആധികാരികമായി പറയുകയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കോടതികളിലെ ഏറ്റവും വലിയ വ്യവഹാരം, കുറ്റാരോപണം, അവൻ ദൈവമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് വായിച്ചേരും മക്കളെ, യോഹന്നാൻ 5:18. വേഗം വായിച്ചേ. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും. യേശുക്രിസ്തുവിനെ കുറിച്ച് കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി, അവൻ ദൈവത്തോട് തന്നെത്താൻ സമനാക്കി. ഒന്നുകൂടെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ്, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും, തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ യഹൂദന്മാര് കണ്ടെത്തിയ ഒന്നാമത്തെ കുറ്റം, അവൻ ദൈവത്തോട് തന്നെത്താൻ സമനാക്കി എന്നുള്ളതാണ്. അതിനെ ഖണ്ഡിക്കാൻ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതി, അവൻ ദൈവമായിരിക്കെ, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ. ഒരു സ്തോത്രം പറയണം. ഇവിടെ ആരെങ്കിലും കുത്തി വരച്ചു വെച്ചേക്കുന്ന താടിയുള്ള മീശയുള്ള മുടി വളർത്തിയ ഒരാളല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ, ദൈവത്തോടുള്ള സമത്വം. ദൈവത്തിന്റെ സ്വരൂപം എന്നാന്ന് ചോദിച്ചാൽ ആർക്ക് പറയാൻ കഴിയും? ആദമനെ വിളിച്ചേ, ആദമേ, ദൈവം വസിക്കുന്നിടം നീ കണ്ടിട്ടുണ്ടോ? ആദാം പറയും, എന്നും വെയിലാറുമ്പം വരുമായിരുന്നു, രാവിലെ പോകുമായിരുന്നല്ലോ, താമസിക്കുന്ന എവിടെന്ന് എനിക്കറിയത്തില്ല. അബ്രഹാമേ, അങ്ങക്കറിയാമോ? എന്റെ വീട്ടിൽ വന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ടുണ്ട്, ഒരു രാത്രി മൊത്തം ഞങ്ങൾ തമ്മിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മോശെ, നിനക്കറിയാമോ? നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. 40 വെച്ച് 2 പ്രാവശ്യം ഞാൻ പർവ്വതത്തിൽ വെച്ച തേജസ് കണ്ടു, പക്ഷെ ആളിനെ കണ്ടിട്ടില്ല. എവിടെ താമസിക്കുന്നതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി മുഴുവൻ മല്ല് പിടിച്ച യാക്കോബെ, നിനക്കറിയാമോ? യാക്കോബ് പറയും, എനിക്കറിയത്തില്ല. പക്ഷെ ഈ രാത്രി 3-ാം സ്വർഗം വരെ പോയ പൗലോസ് പറയും, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാം, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്. കരമടിച്ചു ദൈവത്തെ ആരാധിക്കണം. ആർക്കും അറിയത്തില്ലാത്ത വെളിപ്പാട് പൗലോസിന് കിട്ടി. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ഈ രാത്രിയിൽ കാട്ടക്കടയിലെ മേഖല കൺവെൻഷന്റെ പന്തലിൽ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാ ദൈവമാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓ, അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ദാസന്റെ രൂപമെടുത്തു.
ദൈവരൂപത്തിലിരുന്നവൻ ദാസന്റെ രൂപമെടുത്തു, മനുഷ്യന്റെ സാദൃശ്യത്തിലായി. എന്തിനാ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യന്റെ സാദൃശ്യത്തിലായത്? എബ്രായ ലേഖനം 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്. പറയണം എല്ലാരും, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജഡരക്തങ്ങളോട് കൂടിയവരായത് കൊണ്ട് അവനും അവരെ പോലെ, അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ജയോത്സവം കൊണ്ടാടുന്ന രാത്രിയാ കേട്ടോ. അല്ലെങ്കിൽ അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമെന്ന് പറയുമ്പോൾ തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കിയിട്ട് നമുക്ക് ജയം തന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോർത്ത് ഈ രാത്രി എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇവിടെ ദൈവദാസനെ പ്രസംഗിച്ച കൂട്ടത്തിലെ ഓർപ്പിച്ചല്ലോ. മത്തായി 11-12 യേശുക്രിസ്തുവിന്റെ അതിശക്തമായ പ്രഭാഷണമാ വരവിനെ കുറിച്ചുള്ള. അതിന് 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തി, നനയാത്ത നാഴികയിൽ, ബാക്കി പറയാമോ? നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഈ പ്രസംഗം കർത്താവ് പറയുമ്പോൾ അതിശക്തമായ ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. അത് ഓർപ്പിച്ച് ഞാൻ മടങ്ങി വരാം. ഒന്ന് വായിച്ച ദേവദാസനെ 40-ാമത്തെ വാക്യം, ലൂക്കോസ് 12:40. വേഗം ഒന്ന് വായിക്കണം. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അതിനകത്ത് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞതിന് മുമ്പ് 4 കാര്യം പറഞ്ഞു. 1, കപടഭക്തി സൂക്ഷിച്ചോണം. എന്താ കപടഭക്തി? ഇല്ലാത്ത അഭിഷേകം ഉണ്ടെന്ന് കാണിക്കുന്ന, ഇല്ലാത്ത ആത്മീക ഉണ്ടെന്ന് കാണിക്കുന്ന, ഇല്ലാത്ത വിശുദ്ധി ഉണ്ടെന്ന് കാണിക്കുന്ന, ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ടെന്ന് കാണിക്കുന്ന കപടഭക്തിക്കാരെ എല്ലാം സൂക്ഷിച്ചോണം. എന്തിന്? കർത്താവ് വരുന്നത് കൊണ്ട്. 2 കർത്താവ് പറഞ്ഞ 2-ാമത്തെ കാര്യം ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചോണം. 3 കർത്താവ് പറഞ്ഞു ആകുല ചിന്തകളെ സൂക്ഷിക്കണം. ആകുല ചിന്ത. ഉക്രൈനിൽ യുദ്ധം ഉണ്ടായാൽ ഇവിടുത്തെ സാറിന് പേടി. കൊച്ചവിടെ പഠിക്കുന്നു, എന്റെ കൊച്ചിനെ വെടിവെക്കുമോ? കൊച്ചു താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മണ്ടയ്ക്ക് ബോംബ് വീഴുമോ? തിരിച്ചു വന്ന കൊച്ചിനെ കാണാനൊക്കുമോ? ആകുല ചിന്ത. ഇന്ന് രാത്രി ആകുല ചിന്തയുള്ള മുഴുവൻ പേരോട് ഞാൻ പറയട്ടെ, വരവിന് തടസ്സമായതുകൊണ്ട് ഈ രാത്രി ആകുല ചിന്തയെ നീ ശാസിക്കണം. സ്വത്രം പറഞ്ഞില്ല. എന്ത് തിന്നുമെന്നോ എന്ത് ധരിക്കുമെന്നോ നീ ചിന്തിച്ച് വ്യാകുലപ്പെടണ്ട. യേശു പറഞ്ഞു, നീ ആകാശത്തോട്ട് നോക്ക്, പറവയെ നോക്ക്. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും ഞാൻ അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരായതുകൊണ്ട് ഞാൻ നിന്നെ പുലർത്താൻ മതിയായവനാ. എത്ര പേര് രാത്രി വിശ്വസിക്കാൻ തയ്യാറുണ്ട്? മേലോട്ട് തന്നെ നോക്കിയിരിക്കല്ല, താഴോട്ട് നോക്ക്, താമരയെ നോക്ക്. ശലോമോൻ പോലും തന്റെ പ്രതാപത്തിൽ ഞാൻ ഈ ചമയിച്ചു നിർത്തിയ താമരയോളം ചമഞ്ഞിട്ടില്ല. ചള്ളക്കുഴിന്ന് പൊങ്ങി വന്ന താമരയെ ഇങ്ങനെ ചമയിക്കാൻ എനിക്കറിയാമെങ്കിൽ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ത് കഴിക്കുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് നീ ചിന്തിക്കരുത്. അവയെ പുലർത്തിയ ഞാൻ നിന്നെ പുലർത്താൻ മതിയായവനാ. വ്യാകുല ചിന്തയുടെ ഒരു ഗതികേട് ഞാൻ പറയാം. കേരിയതോട് പറ്റി സരാബാത്തിലെ വിധവയുടെ വീട്ടിലോട്ട് പോകുകയാ. ആ വിധവ ഒരടയുണ്ടാക്കാനുള്ള മാവ് കുഴച്ചു വെച്ചു. മാവ് കുഴച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്,
ഇത് 2 വിറവ് പറക്കൊണ്ട് വന്ന് അടയാക്കിയിട്ട് ഞാനും എൻ്റെ കൊച്ചനും തിന്നും, ഞങ്ങൾ ഇന്ന് തിന്നേച്ച് മരിക്കും. കുഴച്ചു വെച്ചേച്ച് വിറക് പറക്കാൻ പോയപ്പോൾ ഈ അമ്മ പറഞ്ഞുകൊണ്ട് പോയി, വിറക് 2 എണ്ണം പറക്കും, അടയുണ്ടാക്കും, ഞങ്ങൾ 2 കൂടെ കഴിച്ചേച്ച് മരിക്കും. വിറക് കൊണ്ടുവന്ന് അടുപ്പ് തീ കത്തിച്ചപ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു, ഞാൻ ഈ തീക്കകത്തുണ്ടാക്കുന്ന അട തിന്നേച്ച് ഞങ്ങൾ 2 ചാവും. ആ വിറകിന് കത്തിയ തീക്കകത്ത് ചുട്ടെടുത്ത അട 2 പേരും തിന്നാൻ തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ കയറി വന്ന് പറഞ്ഞു, 1 മുറി എനിക്കൂടെ തരണം. ഈ ചാകും എന്ന് പറഞ്ഞ അടയുടെ 1 മുറി അച്ചായനും കൊടുത്തു. സ്വത്രം. അമ്മാമ്മ കഴിച്ചു, കൊച്ചൻ കഴിച്ചു, കയറി വന്ന പാസും കഴിച്ചു. സ്തോത്രം. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. ഈ വയറ്റിൽ ചെന്ന് കിടക്കുന്ന ചാകുവെന്ന് പറഞ്ഞുണ്ടാക്കിയ അട ഈ ദൈവദാസന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ പരിണമിച്ചു. സ്തോത്രം. ഇപ്പോൾ ഈ ദൈവദാസൻ ചൂരച്ചയുടെ കീഴെ കിടന്ന് പറയാണ്, ഞാനും ചാവും. മിണ്ടുന്നില്ല. അമ്മാമ്മ എന്തോ പറഞ്ഞ അപ്പം ഉണ്ടാക്കിയോ അത് തിന്നോന്റെ വയറ്റിൽ കിടന്ന് ഇപ്പൊ അവനും പറയാണ്, ഞാനും. ഹലോ, പ്രൈസ് ദി ലോർഡ്. നീ ഇന്ന് രാത്രി ഈ നിരാശ പറഞ്ഞും വെച്ചാണ് വീട്ടിൽ കാര്യം ചെയ്യുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ ആകുല ചിന്തയുമായിട്ടാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ വാ കൊണ്ട് അഭിഷേകത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ വായിൽ നിന്ന് ഒരാകുല ചിന്ത വരരുത്. അവൻ വരാൻ പോകുകയാ. യേശു വരുമ്പോൾ എടുക്കാൻ തടസ്സമായിട്ട് നിന്റെ അകത്തുള്ള സകല ആകുല ചിന്തകളെ ഇന്ന് രാത്രി ശാസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കണം. നിന്റെ അര കെട്ടിയിരിക്കേണ്ട രാത്രിയാ. നിനക്ക് വിളക്ക് കത്തിയിരിക്കേണ്ട രാത്രിയാ. നീ ഒരുങ്ങിയിരിക്കേണ്ട രാത്രിയാ. നീ കാത്തിരിക്കേണ്ട രാത്രിയാ. ഇന്ന് രാത്രി അവൻ അടുക്കൽ വാതിക്കലായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത ഉൽപ്പത്തി പുസ്തകം തൊട്ട് പ്രസംഗിച്ചു വരണം. സമയത്തിന്റെ അപര്യാപ്തതയുള്ളത് എനിക്കറിയാം. എങ്കിലും 1-2 കാര്യം ഓർക്കുന്നത് നല്ലതാ. ഉൽപ്പത്തി 22:14 ദൈവദാസൻ വായിച്ച കേൾപ്പിക്കും. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. നമ്മള് വീട്ടിലെ ആപ്പിളും ഇറച്ചിയും മീനും ചോറും ഒക്കെ തീർന്നിട്ട് അത് കിട്ടുമ്പോഴാണ് യഹോവ ഈരെ എന്ന് പറയുന്നത്. അബ്രഹാം അങ്ങനല്ല യഹോവ ഈരെ പറഞ്ഞ്. വീട് കിട്ടിയപ്പോഴല്ല യഹോവ ഈരെ എന്ന് പറഞ്ഞ്. കൊച്ചിന്റെ കല്യാണം നടന്നപ്പോഴല്ല യഹോവ ഈരെ എന്ന് പറഞ്ഞ്. കൊച്ചു OET പാസ്സായപ്പോഴല്ല യഹോവ ഈരെ എന്ന് പറഞ്ഞ്. യഹോവ ഈരെ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറയുന്നതല്ല. അത് 8-ാം വാക്യം. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അവിടെ യഹോവ ഈരെ എന്ന് പറഞ്ഞോ? മോൻ ചോദിച്ചു, യാഗമൃഗം എന്തേ? അപ്പൻ പറഞ്ഞു, ദൈവം കരുതിക്കോളും. ദൈവം കരുതിക്കോളും എന്ന് പറഞ്ഞിടത്ത് യഹോവ ഈരെ എന്ന് പറഞ്ഞില്ല. യഹോവ ഈരെ എന്ന് പറഞ്ഞപ്പോൾ അത് 14-ാമത്തെ വാക്യത്തില്. അതെന്തുവാ? അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. എന്നിട്ട് യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. എല്ലാരും ആ വാക്ക് പറഞ്ഞ യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. എല്ലാരും പറയണം, യഹോവയുടെ പർവ്വതത്തിൽ. അയ്യോ, നിങ്ങൾ പറഞ്ഞ ആരും കേട്ടില്ല. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. ഇന്ന് രാത്രി നീ ഏത് പർവ്വതത്തിൽ അത് നിനക്കേ അറിയത്തുള്ളൂ. ആ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്ക് കയറി പോയിരിക്കുന്ന പർവ്വതത്തിൽ ഇന്ന് രാത്രിയിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. ഈ രാത്രി അവൻ നിന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. എവിടെയാണോ നീ ഒരു മറുപടിക്കായി കൊതിച്ചിരിക്കുന്നത്, ആ പർവ്വതത്തിൽ ഇന്ന് രാത്രി അവൻ പ്രത്യക്ഷനാകും. ഒരു പെന്തക്കോസിന്റെ ശക്തിയിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നിന്റെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. അതുകൊണ്ടാ ദൈവം പറഞ്ഞ്, എവിടെയും കൊണ്ട് മോനെ യാഗം കഴിക്കല്ലേ, ഞാൻ കാണിക്കുന്ന പർവ്വതത്തിൽ പൊക്കോണം. ഞാൻ എന്താ കാണിക്കാൻ പോന്നത്?
ഒരു ഉടമ്പടിയുടെ മറുപടിയാ. 15-ാം അധ്യായത്തിൽ മഹാദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഉടമ്പടി. സ്തോത്രം. കൊറോണ വന്നാൽ ചത്തുപോകുന്ന മനുഷ്യൻ, വീട്ടിലെ നായും പൂച്ചയും പശുവും ചത്തില്ല, ആടി ചത്തില്ല, സോപ്പിട്ട് കഴുകിയാ പോകുന്ന രോഗാണുവാ എന്നാ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. സോപ്പിട്ട് കഴുകിയാ പോകുന്ന കൊറോണ ആടിനെ കൊന്നില്ല, പട്ടിയെ കൊന്നില്ല, പൂച്ചയെ കൊന്നില്ല, കോഴിയെ കൊന്നില്ല, മനുഷ്യരെ കൊന്നു, 2.5 കോടി ജനത്തെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കൊറോണയെ അതിജീവിക്കാൻ കഴിവില്ലാത്ത മനുഷ്യന്റെ അടുക്കൽ മഹാദൈവം ഇറങ്ങി വന്നു. 3 വയസ്സുള്ള കാളക്കിടാവ്, 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്ടുകൊറ്റൻ നേർക്ക് നേരെ പിളർന്നു വെച്ച പിളർപ്പുകളുടെ നടുവിലൂടെ ഈ ജീവന്റെ ചുടുചോര ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബലഹീനനായ മനുഷ്യനും ബലവാനായ ദൈവവും കൈകൾ കോർത്തു പിടിച്ച് ഒരു രക്ത ഉടമ്പടി ചെയ്തു. എന്താ ഉടമ്പടി എന്നറിയാമോ? നിന്റെ മകനെ ഇങ്ങോട്ട് അർപ്പിക്കേണ്ടി വന്നാൽ നീ വിഷമിക്കല്ലേ, അവൻ അവിടെ പ്രത്യക്ഷനാകും. ഞാൻ മറുപടിയായി ഒരാടായി ഇറങ്ങി വരും. ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ വിഷയം എന്തോ അവിടെ പ്രത്യക്ഷപ്പെടുന്നവൻ. പോരെ പോരെ പോരെ. ഈ രാത്രി ഇതൊരു പെന്തക്കോസ്തിന്റെ യോഗമാണ്. അകത്തളത്തിൽ ഈ രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞത്, നമ്മുടെ ദൈവം നരബലി ഇഷ്ടപ്പെടുന്ന ദൈവം ആരും തെറ്റിദ്ധരിച്ചു പോകല്ലേ. നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞ് അത് പറയാം. 100 വയസ്സ് വരെ പിള്ളേരില്ലാതിരുന്ന അബ്രഹാമിന് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അബ്രഹാമിന് ദൈവത്തോടായിരുന്നു. ദൈവത്തിനും ഏറ്റവും വലിയ സ്നേഹം അബ്രഹാമിനോടായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനൊരു പേരിട്ടു, ദൈവത്തിൻ്റെ സ്നേഹിതൻ. നിങ്ങൾ മിണ്ടിയില്ല. ഒറ്റ വിളിക്ക് മെസൊപ്പൊട്ടേമിയയിലെ ഊറ് വിട്ട് യൂഫ്രട്ടീസ് കയറി വാഗ്ദത്ത കനാനെ നോക്കി എങ്ങോട്ട് പോവാന്ന് പോലും അറിയാതെ പുറപ്പെട്ടവനെ ദൈവം അങ്ങ് സ്നേഹിച്ചു. സ്തോത്രം. ദൈവം സ്നേഹിച്ചവനെ അവനും അങ്ങ് സ്നേഹിച്ചു. ആ സ്നേഹം വിട്ടുപിരിയാത്ത സ്നേഹമായിരുന്നു. പക്ഷെ 100-ാമത്തെ വയസ്സിൽ കാത്തിരുന്നൊരു വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം വളരുന്നതനുസരിച്ച് സ്നേഹം വാഗ്ദത്തത്തോടായോ എന്ന് സ്നേഹിതനായ ദൈവത്തിന് തോന്നിയപ്പം ദൈവം പറഞ്ഞു, എന്നേക്കാൾ അധികം സ്നേഹിക്കുന്ന എന്തോ അതിനെ യാഗമാക്കണം. സ്തോത്രം പറഞ്ഞില്ല. ഇസഹാക്കല്ല വിഷയം കേട്ടോ. നിന്നെ വിളിച്ചിറങ്ങി ഈ നിലയിലാക്കിയ ദൈവത്തെക്കാൾ അധികം ഇപ്പൊ കിട്ടിയ ഏതെങ്കിലും ഒന്നിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ, ലാളിക്കുന്നെങ്കിൽ അതിനെ യാഗമാക്കാനാ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവം അത് ആഗ്രഹിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ദൈവത്തെക്കാൾ അധികം നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. കഴിഞ്ഞ 10-40 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ആരാന്ന് ശരിക്കറിഞ്ഞ അബ്രഹാം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞില്ല. കണ്ണുനീരും തൂത്തും മൂക്കളെയും തൂത്തൊന്നും പോയില്ല. മകനെ കൊണ്ട് നേരെ പോകുകയാ. ഈ ധൈര്യം കണ്ടപ്പോൾ മോൻ ചോദിച്ചു, എന്തിയേ യാഗമൃഗം? അപ്പന്റെ മറുപടി, അതൊക്കെ വിളിച്ചിറക്കിക്കോൻ കരുതിയോളൂ. ഹലോ, മെസൊപ്പൊട്ടേമിയയിലെ ഊറിൽ നിന്ന് എന്നെ ഏകനായി വിളിച്ചിറക്കിയവൻ അതെല്ലാം കരുതിക്കോളും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അചഞ്ചലമായ വിശ്വാസം അബ്രഹാമിന്. എന്നെ വിളിച്ചിറക്കിയവൻ അതെല്ലാം കരുതിക്കോളും. ഈ രാത്രി എത്ര വിശ്വാസി വിശ്വസിക്കുന്നുണ്ട്? വ്യാകുല ചിന്തകളെ മാറ്റിയിട്ട് എന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയവൻ അതെല്ലാം കരുതിക്കോളുമെന്ന്.
ഈ രാത്രി പ്രവചനാത്മാവ് ഞാൻ പറയട്ടെ, നീ ഭാരപ്പെട്ടു വന്നിരിക്കുന്ന വിഷയം എന്തുമാകട്ടെ, ആ വിഷയത്തിന് മറുപടി ഇന്ന് രാത്രി നിന്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിന്റെ കൈ കൊണ്ട് സ്പർശിക്കത്തക്ക നിലയിൽ ആ മറുപടി ദൈവം കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. എവിടെ ശത്രു മറുപടി തടഞ്ഞോ അവിടെ മറുപടി തരാൻ കരുത്തുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരോടൊക്കെ ദൈവം ഇടപെടുകയാ. ഇന്ന് രാത്രി ആ പർവ്വതം കയറി ചെല്ലുമ്പോൾ എന്താ മോനെയും കൊണ്ട് ധൈര്യമായി പോയെന്നറിയാമോ? രക്ത ഉടമ്പടി ചെയ്യുന്നത് വരെ സ്നേഹിതന്മാരായിരുന്നു. ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ. പക്ഷെ രക്ത ഉടമ്പടി ചെയ്തപ്പോൾ ബന്ധം മാറി രക്തബന്ധമായി. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഈ പിളർപ്പുകളുടെ നേരെ ഒഴുകിയ രക്തത്തിന്റെ മുകളിൽ കൈ കൊടുക്കുന്നത് വരെ സ്നേഹബന്ധമേ ഉള്ളായിരുന്നു. എന്നാൽ രക്തത്തിന്റെ മുകളിൽ കൈ കൊടുത്തപ്പോൾ ബന്ധം രക്തബന്ധമായി. രക്തബന്ധമായപ്പോൾ അബ്രഹാം ഒരു കാര്യം മനസ്സിലായി, ഞാൻ മകനെ അങ്ങോട്ട് കൊടുത്താൽ പകരം മകനെ ഇങ്ങോട്ട് തരും എന്ന് വിശ്വസിക്കുന്ന ബന്ധത്തിലേക്ക് അബ്രഹാമായി. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഞാൻ എൻ്റെ ഏകജാതനെ അങ്ങോട്ട് കൊടുത്താൽ അവൻ അവന്റെ ഏകജാതനെ ഇങ്ങോട്ട് തരുമെന്ന്. ഓ, ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാ. ഈ രാത്രി നീ വെറുതെ അല്ല യോഗത്തിന് വന്നത്. പകരം ഒരു എക്സ്ചേഞ്ച് ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാ. രാജവശ സമ്പൽ ഭ്രമനാഥ രാജരൗഢാരമന. ഓ, നല്ലൊരു അല്ലലിയ പറയണം. യാഗപീഠം ഒരുക്കി, യാഗപീഠത്തെ വിറകടക്കി, യാഗപീഠത്തെ പയ്യെ മോനെ പിടിച്ചു കിടത്തി കഴിഞ്ഞ് തമ്പുരാൻ പിടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷമായി. പ്രത്യക്ഷമായത് ഒരാട്ടുംകുട്ടിയുടെ രൂപത്തിലാണ്. സ്വതന്ത്രം പറഞ്ഞില്ല. അതെന്നാ ചെറുക്കൻ സ്റ്റേജിൽ കിടക്കുമ്പോൾ ഇവൻ ആട്ടുംകുട്ടിയായി വെളിപ്പെട്ടത്. ഹലോ, നിന്റെ മറുപടി ഇപ്പം വേണ്ടിയത് ഒരാട്ടുംകുട്ടിയായിട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഈ 23 ഒക്ടോബർ മാസം 9-ാം തീയതി 8-ാം തീയതി രാത്രി നിനക്ക് ഏത് രൂപത്തിൽ അവൻ വെളിപ്പെടേണ്ടത് ആ രൂപത്തിൽ അവൻ ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രമേ. ഇന്ന് രാത്രി നിനക്ക് ഏത് മറുപടിയായിട്ടാണോ അവൻ പ്രത്യക്ഷപ്പെടേണ്ടത് ആ രൂപത്തിൽ ഇന്ന് രാത്രി അവൻ നിന്റെ പർവ്വതത്തിൽ. ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനായി. ഓ, അവൻ ആട്ടുംകുട്ടിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മകന്റെ കെട്ടടി. സ്വത്രം പറഞ്ഞില്ല. അവൻ പ്രത്യക്ഷമായ നിന്റെ തലമുറയുടെ കെട്ടഴിയുമെന്നാ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി കെട്ടപ്പെട്ട ചെറുക്കന്റെ കയ്യിലെ കാലിലെ കെട്ടഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് വെളിയിൽ വന്ന് പകരം ഒരാട് കെട്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇതൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ പ്രത്യക്ഷനായാൽ നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രത്യക്ഷതയിൽ നിന്റെ തലമുറയുടെ കെട്ട് ഈ രാത്രി ദൈവം അഴിക്കുകയോ. ഓ, ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. അഭിഷക്തന്മാരെ ഇന്ന് രാത്രിയിൽ ചില കെട്ടുകളെ ദൈവം അഴിക്കുകയാ. നിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ, നിന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് മുമ്പിൽ മുന്നേറാൻ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടപിശാചിട്ട സകല കെട്ടുകളെ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം കരിക്കുകയാ. 23-24 അധ്യായങ്ങൾ ഭയങ്കര സംഭവങ്ങളാ. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിക്കുന്നു. സാറയെ അടക്കാൻ ഒരു സ്ഥലം പോയി വിലയ്ക്ക് വാങ്ങുന്നു.
ആ സ്ഥലത്തെ ഗുഹയിൽ സാറയെ അടക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ കൂടെ ഇസഹാക്ക് കാണണ്ടിയ. പക്ഷെങ്കിൽ ഈ 2 അധ്യായത്തിൽ പർവ്വതത്തിൽ നിന്ന് യാഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കഴിഞ്ഞാൽ പിന്നെ ഇസഹാക്കിനെ കാണുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പിന്നെ ഇസഹാക്കിനെ കാണുന്നത് എലയാസർ പോയി റിബേക്കയെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അപ്പന്റെ സന്നദ്ധി വിട്ടിറങ്ങി വരുന്ന ഇസഹാക്കിനെ പിന്നെ കാണുന്നത്. അതിനിടയ്ക്ക് അമ്മ മരിച്ചു, അടക്കത്തിനെല്ലാം പുള്ളി മുഖ്യ പങ്ക് വഹിക്കേണ്ട ആളാ. സ്തോത്രം. പക്ഷെ അവിടെ എങ്ങും ഇസഹാക്കിനെ കാണുന്നില്ല. സ്തോത്രം. യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഇസഹാക്കിനെ പിന്നെ കാണുന്നത് തൻ്റെ മണവാട്ടിയായി റിബേക്കയെ സ്വീകരിക്കാൻ ഒരുക്കിക്കൊണ്ടുവരുന്ന എലയാസറിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഇസഹാക്കിനെ ആണെങ്കിൽ അവന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര ആവേശം ഈ രാത്രിയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി മറഞ്ഞവൻ പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. തേജസ്സിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇസഹാക്കിന്റെ കാലം മുൻപോട്ട് പോയി. അവന് 2 പിള്ളേരുണ്ടായി. ഒത്തിരി പ്രാർത്ഥിച്ചാ ഉണ്ടായി. സ്തോത്രം. 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് കല്യാണം കഴിച്ചെങ്കിലും 60-ാമത്തെ വയസ്സിൽ 2 പിള്ളേരുണ്ടായി. വാക്തത്വമുണ്ട്. തല നിറച്ചു വാക്തത്വമാ. അപ്പനോട് പറഞ്ഞ വാക്തത്വമാ. കടക്കരലെ മണൽ പോലെ പിള്ളേരുണ്ടാകും, ആകാശ നക്ഷത്രം പോലെ പിള്ളേരുണ്ടാകും. പുള്ളി രാവിലെ കടലക്കരലും പോയി എണ്ണും, രാത്രിയിൽ ആകാശത്തും പോയി എണ്ണും. പക്ഷെ എണ്ണി മടുത്തതല്ലാതെ ഒരു കുഞ്ഞിക്കാലും ഉണ്ടായില്ല. സ്തോത്രം പറഞ്ഞില്ല. നീ വാക്തത്വം കിട്ടി എണ്ണിക്കൊണ്ട് നടന്ന മറുപടി കിട്ടത്തില്ല. 60-ാമത്തെ വയസ്സിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. കേട്ട വാക്തത്വത്തെ ഓർത്ത് ആ ആണ്ടി 2 പിള്ളേരുണ്ടായി. ഹല്ലേലൂയ. വാക്തത്വം ഒരു കൊട്ട കയ്യിലുണ്ടെങ്കിലും നീ ചുമ്മാ മണലെണ്ണി നടക്കാതെ ഈ രാത്രി കേട്ട വാക്തത്വം കയ്യിലെടുത്ത് പിടിച്ച് ഒന്ന് മുഴങ്കാലം മടക്കിക്കേ. നേരം പുലരും മുമ്പേ മറുപടി തരാൻ കരുത്തുള്ള ഒരു ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ഇതുവരെ യാക്കോബിന്റെ റാഗലിന്റെ പ്രശ്നം പിള്ളാരില്ലേ എന്നും പറഞ്ഞായിരുന്നു. കരച്ചിൽ മുഴുവൻ അതിനായിരുന്നു. ഇപ്പൊ പിള്ളാരായപ്പോ റാഗലിന്റെ കരച്ചിൽ പിള്ളാരായ എന്നും പറഞ്ഞോണ്ട്. സ്തോത്രം. ഇവന്മാര് വയറ്റി കിടന്ന് അടി തുടങ്ങി. ഏശാവ് പറഞ്ഞു ഞാൻ മിന്നപ്പോവും, യാക്കോബ് പറഞ്ഞു ഞാൻ മിന്നപ്പോവും. അവസാനം ഏശാവ് കാലുകൊണ്ട് ചവിട്ടി ഇവനെ പുറത്താക്കി, അകത്താക്കി. സ്തോത്രം. ഏശാവ് കാലുകൊണ്ട് ചവിട്ടി യാക്കോബിനെ അകത്താക്കിയപ്പോൾ യാക്കോബ് കയറി അവന്റെ കുതികാലെ പിടിച്ചു. തലയെ ചവിട്ടിയ കാലെ പിടിക്കല്ലേ എന്തോ ചെയ്യുന്നേ? ഹലോ, സ്തോത്രം. നിങ്ങൾ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇവന്മാരകത്ത് കിടന്ന് അടിവെച്ചപ്പോൾ സഹികെട്ട മാതാവ് ആ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതീ ഭേദം പിള്ളേരില്ലാതിരിക്കുന്നായിരുന്നു. പറ. ഇരിപ്പ് കണ്ടറിയത്തില്ലേ? പലരുടെയും വിഷമം പിള്ളേരായതാ. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു വിഷമിക്കേണ്ട, 2 ജാതിയാണ്, 2 വംശമാണ്. പക്ഷെ ഒരു ദൂത്, മൂത്തവൻ എത്ര ചവിട്ടി താത്താലും ഇളയവനെ സേവിക്കേണ്ടി വരും. ഹലോ. എടാ, ഉദരത്തി വെച്ച വാക്തത്വം ഉണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം കൂടെ ചവിട്ടിട്ട്, വീട്ടുകാരെല്ലാം കൂടെ ചവിട്ടിട്ട് ഉയർത്തുന്നത് ദൈവമാണ്. നിനക്ക് സന്തോഷമുണ്ട്, സ്വോത്രം പറയണം. ഹല്ലേലൂയ. നിന്നെ ചവിട്ടി താത്തിയാലും പേടിക്കേണ്ട വാക്തത്വം ഉണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ ഉയർത്തിയിരിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏശാവും വളർന്നു, യാക്കോവും വളർന്നു. യാക്കോബ് പായസം കൊടുത്തും ആട്ടിറച്ചിയായി കൊടുത്തു ഒക്കെ അനുഗ്രഹം മേടിച്ചു. വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായി. പുള്ളി വീട് വിട്ടോടി രാത്രി സൂര്യൻ അസ്തമിച്ചപ്പോൾ വന്ന് കിടന്നത് ചരിത്രം പറയുന്നത് അപ്പനെ യാഗമാക്കാൻ കെട്ടിയ യാഗപീഠത്തിന്റെ അടുക്കല. ഹലോ. അറിഞ്ഞില്ല ഇത് അപ്പനെ യാഗമാക്കാൻ കൊണ്ടുവച്ചതാണെന്നും പകരം അവൻ പ്രത്യക്ഷമായ സ്ഥലമാണെന്നും അറിയത്തില്ലാതെ ആ ആട്ടുംകൂട്ടയുടെ ചോര വീണ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു, നിങ്ങളുടെ വാക്തത്വമുള്ളവൻ കാട്ടിക്കിടക്കുന്നു. അത് പിതാവിന് വേണ്ടി പകരം അറുക്കപ്പെട്ട രക്തം വീണ കല്ല. ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. 2ാമത്തെ പ്രത്യക്ഷത അവിടെ ഉണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ഏകനായി ഓടുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും.
പോരാ, ഈ കയ്യടി പോരെ ഇന്ന് രാത്രി, ഈ ശബ്ദം പോരെ ഈ രാത്രി. ഈ രാത്രി ആത്മാവ് ചലിക്കട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ ഈ രാത്രി ഇവിടെ വിട്ടുമാറട്ടെ. ഓ റബല ബലഗദര ജനരി ബലം ദരാദരാജ വൈഡാര ബലവശസ്യ. ഓ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചേട്ടൻ ചവിട്ടി താഴ്ത്തിയെങ്കിലും ആ രാത്രി ഓടി വന്നവൻ ഈ ചോര വീണ കല്ലെടുത്ത് തലയണയായി വെച്ചു. കിടക്കുമ്പോൾ സ്വർഗം തുറന്നു. ദൂതൻ കയറി ഇറങ്ങി. മുകളിൽ തമ്പുരാൻ ഒത്തിരി വാഗ്ദത്തങ്ങൾ. നേരം വെളുത്തപ്പോൾ അപ്പന് വേണ്ടി പർവ്വതത്തിൽ പകരം പ്രത്യക്ഷപ്പെട്ടവന്റെ ചോര വീണ കല്ല് നാട്ടു നിർത്തിയിട്ട് കയ്യിലുള്ള എണ്ണ അതിന്മേൽ പകർന്നു. രക്തം വീണ കല്ലിൽ അഭിഷേകത്തിന്റെ എണ്ണയുടെ പകർന്നപ്പോൾ അത് അനുഗ്രഹത്തിന് തുടക്കമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ ഈ മേഖലാ കൺവെൻഷന്റെ കടച്ചി രാത്രിയിൽ യേശുവിന്റെ രക്തം വീണ നിന്റെ മേൽ ആത്മാവിന്റെ ഒരു പകർച്ചൂടെ വീണാൽ തുറക്കാത്ത വഴികളില്ല. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി അസാധാരണമായ ചില വഴികൾ ദൈവം തന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി തുറക്കുകയാ, തന്റെ ജനത്തിനായി തുറക്കുകയാ. ഓ ഓ ഈ രാത്രി ഈ മൈതാനത്തിനകത്ത് ദൈവകൃപയുടെ ഒരഭിഷേകം ജ്വലിക്കുകയാ. Praise the Lord. Praise the Lord. ഈ പ്രത്യക്ഷപ്പെട്ട ദൈവം ഇതേ ഹോരേബിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതേ ഹോരേബിൽ ഏലിയാവിന് പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി അവൻ ഈ കാട്ടാക്കടയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആത്മക്കണ്ണ് തുറക്കുന്നവന് കാണാൻ കഴിയും. നിന്റെ സമീപത്തുകൂടെ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ആ സാന്നിധ്യം ഈ മൈതാനം വിട്ടിറങ്ങും മുമ്പേ നിന്റെ വിഷയം ഇന്ന് രാത്രി അവനോട് പറഞ്ഞ് നീ രാത്രി വിടുതൽ പ്രാപിക്കാതെ മടങ്ങരുത്. നീ ഇരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ആ സാന്നിധ്യം ഇറങ്ങി വെളിപ്പെട്ടിട്ടുണ്ട്. നീ ഒന്ന് ഉറക്കെ വിളിക്കുമെങ്കിൽ എന്നെ കടന്നു പോകരുതേ എന്ന് നീ ഒന്ന് പറയുമെങ്കിൽ ഈ രാത്രി ആ കരം നിന്നെ തൊടുകയോ. Praise the Lord. Praise the Lord. മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ മോശയ്ക്ക് ആ തേജസ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഒരു പാറ പിളർന്നിട്ട് ആ പിളർപ്പിനകത്തോട്ട് അവനെ കയറ്റി നിർത്തിയിട്ട് ആ തേജസ് ഇങ്ങനെ കടന്നുപോയി. ആ കടന്നു പോകുമ്പോൾ പിൻഭാഗത്തുനിന്ന് അടിച്ച ഒരു ചെറിയ പ്രഭ അവന്റെ മുഖത്തെ മുഴുവൻ തേജസ്സുള്ളതാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖത്തേക്ക് ആ പ്രഭ ഈ രാത്രി അടിച്ചാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാഗ്യകരമായ പ്രത്യാശ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ആ തേജസ്സിന്റെ പ്രത്യക്ഷത. ഓ റബബബഷ് ഹല്ലേലൂയ. ഓ ചൈതന്യത്തോടെ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി തേജസ് ഇവിടെ ഇറങ്ങി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിന്റെ സ്ഥിതി മാറ്റിമറിക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ സ്ഥിതി മാറ്റിമറിക്കുന്ന, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു വലിയ തേജസ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രിയരേ, മോശയ്ക്ക് ഹോരേബിലെ പിളർക്കപ്പെട്ട പാറയിൽ വെളിപ്പെട്ട ആ തേജസ് അമ്മാമ കൊടുത്ത് അപ്പം തിന്ന് സൂയിസൈഡ് സിംറ്റം അകത്ത് കയറിയ ദൈവദാസനും തമ്പുരാനും മനസ്സിലെ അകത്ത് കിടക്കുന്ന ഈ അപ്പത്തിന്റെ കേടുമാറിനെ മേളിൽ നിന്ന് അപ്പം കൊടുക്കണം. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ.
ആഭിചാരം പറഞ്ഞു, നിരാശ പറഞ്ഞു, സൂയിസൈഡ് പറഞ്ഞു കൊടുത്ത് അപ്പം തിന്ന് അമ്മാമ്മയുടെ അപ്പം തിന്ന് അച്ഛൻ്റെ കേടുമാറണേൽ സാധാരണ അപ്പം കൊടുത്താലൊക്കത്തില്ല. അതിന് തമ്പുരാൻ മേളിൽ നിന്ന് അപ്പം ഇറക്കി. സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിന്റെ അകത്ത് കിടക്കുന്ന ആ നിരാശയുടെ കെട്ടഴിയണം കേട്ടോ. ഹല്ലേലൂയ. നിനക്കെല്ലാം ഉണ്ടെങ്കിലും മുഖത്ത് ചിരിയില്ലാത്തതുപോലെ, സന്തോഷമില്ലാത്തതുപോലെ നിന്നെ ഒരു മാരക രോഗിയാക്കി, നിന്നെ ഒരു നിരാശയുള്ള വ്യക്തിയാക്കി, ഒരു മരണത്തിന്റെ കൊതിയുള്ള വ്യക്തിയാക്കി മാറ്റിയ ആ സിംറ്റം മാറണേൽ ഇന്ന് രാത്രി ഉയരത്തിലെ അപ്പം ഇറങ്ങണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് രാത്രി ആ അപ്പം ദൈവം നിനക്ക് തരുകയാ. ആ അപ്പം ദൈവം നിനക്ക് തരുകയോ. Oh, Shivaramana Shamdharadharadhara. അഭിഷേകമുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കരുത് കേട്ടോ. ഇന്ന് രാത്രി നിന്റെ മുഖത്തെ തേജസ് മാറുന്ന രാത്രിയാ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ പിശാച് കെട്ടിയ ചില കെട്ടുകളെ ദൈവം കരിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു വലിയ വിടുതൽ നിന്റെ തലമുറയിലും കൂടാരത്തിലും ഈ രാത്രി ദൈവം വെളിപ്പെടുത്തുകയാ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, കർത്താവ് ഇറങ്ങി വന്നു. പുള്ളി ഒത്തിരി പ്രാരാബ്ധമൊക്കെ പറഞ്ഞു. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ കഷ്ടപ്പെടാന്, മറ്റവരെല്ലാം പോയി, ഞാൻ തന്നെ ഉള്ളൂ, എന്നെ കൂടെ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിനക്ക് നിന്റെ തോന്നല, നീ മാത്രമല്ല, നിന്നെക്കാട്ടി ശക്തരായ 7000 പേരുണ്ട്. നീ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവരെ മറച്ചേക്കുന്നതേ ഉള്ളൂ. സ്വതന്ത്രം പറഞ്ഞില്ല. 7000 കൂടെ സ്റ്റേജിൽ കയറിയാൽ ആരാ പ്രസംഗിക്കുന്നത്? ഹലോ, സ്വതന്ത്രം പറഞ്ഞില്ല. നീ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് മറ്റേ 7000 പേരെ ഞാൻ മറച്ചേക്കുക. നീ തന്നെയുള്ളെന്നുള്ള ധാരണ വിട്ടേക്കണം. ഞാൻ പോയാൽ ഉടനെ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും ധരിച്ചേക്കരുത്. ഹല്ലേലൂയ. നിന്നെ കൂടാതെ നിന്നേക്കാൾ ശക്തന്മാർ 7000 എന്റെ കയ്യിലുണ്ട്. ഞാൻ രംഗത്ത് ഇറക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇറക്കേണ്ടി വന്നാൽ ഇറക്കാൻ 7000 എണ്ണം ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി സഭ ഒറ്റയ്ക്കല്ല, അതിന്റെ പുറകിൽ ശക്തന്മാരായ പ്രാർത്ഥനാ മനുഷ്യരുണ്ടെന്ന് ഞാനല്ല പറഞ്ഞ, സ്വർഗം പറഞ്ഞതാ. ഓ, തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി അട കൊടുത്തു. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് 3.5 വർഷം കൊണ്ടുള്ള കെട്ടൽ ഇറങ്ങിയില്ല. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം. പക്ഷെ ഇവനെ വിട്ടാലൊക്കത്തില്ല, കാരണം ഇവന് ഇനി അധിക ദൂരം ഓടാനുണ്ട്. അതിന് തമ്പുരാൻ 2ാമത് മുകളിൽ നിന്ന് അപ്പം ഇറക്കി. സ്തോത്രം പറയണം. ഒരു ശുശ്രൂഷ നിന്റെ കെട്ടടിഞ്ഞില്ലേ, തമ്പുരാൻ നിന്നെ കുറിച്ചൊരു ഭാവി ശുശ്രൂഷ ഉണ്ടെങ്കിൽ 2ാമത് നിന്റെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഒരു 2ാമത്തെ പ്രവർത്തനം എൻ്റെ മേൽ ദൈവം ചെയ്യുമെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? അല്ലയോ? ഒതുങ്ങിപ്പോയ ഏതോ ഒരു പെണ്ണും പിള്ള പറഞ്ഞ ഒരു കഠിനമായ വാക്കിന്റെ പുറത്ത് പുസ്തകം താത്ത് വെച്ച് ശുശ്രൂഷ നിർത്തി പമ്മിക്കിടക്കുന്ന നിന്നെ ഇന്ന് രാത്രി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു അഭിഷക്തനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, അവന് 2ാമതും അപ്പം കൊടുത്തു. അഴിയത്തെല്ലാം മടുപ്പുകൾ മാറട്ടെ, കോവിഡ് വരുത്തിയ ക്ഷീണങ്ങൾ മാറട്ടെ, ചില പകർച്ചവ്യാധി കൊണ്ടിട്ട് കെടുതികൾ മാറട്ടെ. ഈ രാത്രി ചില ക്യാൻസറും ട്യൂമറും ലുക്കേമിയയും വൈറൽ ഫീവറുകളും, ഓ ഹല്ലേലൂയ, ചില ബ്രെയിൻ അറ്റാക്കുകൾ, ചില ഹാർട്ട് അറ്റാക്കുകൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തമ്പുരാന് മനസ്സിലായി ഈ അട കൊടുത്തുകൊണ്ട് ഇവന്റെ പ്രശ്നം തീരത്തില്ല. ഹോരേബിൽ മോശയ്ക്ക് വെളിപ്പെട്ട തേജസ്, യാക്കോബിന് കല്ല് തലയണയായി വെച്ചപ്പോൾ വെളിപ്പെട്ട തേജസ്, ഇസഹാക്കിന് ഇടിമുഴക്കം, പിന്നൊരു പർവ്വതം കുലുങ്ങുന്ന ഭൂകമ്പം,
ആകെ വരണ്ടിരിക്കും മന്ദമായൊരു സ്വരം. ഹല്ലേലൂയ. ആ തേജസ് വന്നപ്പോൾ ഏലിയാവ് പുതപ്പ് കൊണ്ട് മുഖം മറച്ചു കളഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞേ. ആ പുതപ്പിന്മേൽ ആ തേജസ് വ്യാപരിച്ചു. ഇന്ന് രാത്രിയിൽ നീ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണമേ. ഈ തേജസ്സിന്റെ പ്രഭയടിക്കാൻ ഭയപ്പെട്ട ഏലിയാവിന്റെ പുതപ്പിന്മേൽ ആ തേജസ് അടിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഏലിയാവ് തേജസ് ഒരു മിന്നൽ പോലെ കണ്ടു, മോശ ഒരു പിൻഭാഗം കണ്ടു. പക്ഷെ ഇപ്പൊ മോശയും ഏലിയാവ് ഒന്നിച്ച് മേളിലിരിക്കുക. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിരിക്കുമ്പോൾ നോക്കിയപ്പോൾ ആ പർവ്വതത്തിൽ വെളിപ്പെട്ടവൻ മറുരൂപമലയിലേക്ക് നടന്ന് കയറി വരുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു തേജസ്സായി വെളിപ്പെട്ടവൻ മറുരൂപമലയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഏലിയാവ് അവിടെ ഇരുന്നില്ല, മോശി അവിടെ ഇരുന്നില്ല. അവർ രണ്ടും താഴോട്ടിറങ്ങി വന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ ഇന്നലകളിൽ ഒരു ഊറിയ നിലയിൽ കണ്ട ചില തേജസ് ഈ രാത്രി മുഴു തേജസ്സായി വെളിപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ. നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്നവൻ, കോരേബിൽ വെളിപ്പെട്ടവൻ മറുരൂപമനിൽ ഇറങ്ങി വരികയോ. കുഞ്ഞുങ്ങളെ തേജസ് പ്രാപിച്ചോണം. ഇന്ന് രാത്രി തേജസ് പ്രാപിച്ചോണം. അധികാരത്തിന്റെ സോളമനെ തേജസ് പ്രാപിച്ചോണം. ശുശ്രൂഷയിൽ മൊത്തം മാറ്റം വരാൻ പോകുക. വലിയ ചേഞ്ചുകൾ ദൈവം തരാൻ പോകുക. ഈ രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു ചേഞ്ച് ഈ രാത്രി ദൈവം ചെയ്യുകയോ. ഹല്ലേലൂയ. മോശ നോക്കിയപ്പോൾ പണ്ട് കാണാൻ കൊതിച്ചത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെ മുമ്പിൽ പാളറപ്പിടപ്പി വെച്ചല്ല, പർവ്വതത്തിൽ വെച്ചല്ല, സാക്ഷാൽ പർവ്വതത്തിൽ തേജസ്സോടെ പ്രത്യക്ഷനായെങ്കിൽ രാത്രിയിൽ തേജസ് കണ്ട പത്രോസ് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പോ. യോഗം ആശീർവാദം പറയണ്ട, ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. ഓ, കരം രണ്ടും അടിച്ച് ദൈവത്തെ സ്തുതിക്കുമോ? ഇവിടെ തേജസ് കണ്ടാൽ ധൈര്യമായിട്ട് കേട്ട ആരാധിച്ചു. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുക, ഹീമോ നടന്നുകൊണ്ടിരിക്കുക, ചില സിംറ്റം ഒക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുക, റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നോട് ദൈവം പറയുന്നു, ഈ പന്തലിനകത്ത് റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഹീമോ നടന്നുകൊണ്ടിരിക്കുക, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിനക്ക് ചെയ്യാൻ കഴിയാത്തത് തേജസ് ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രിയിൽ കരമുയർത്തി ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രിയരെ, മറുരൂപമലയിൽ ഇന്നലകളിൽ പഴയ നിയമ പ്രവാചകന്മാർക്ക് പണ്ട് ഭാഗമായും അംശമായും വെളിപ്പെട്ട തേജസ് മുഴുവനായി വെളിപ്പെട്ടു. പർവ്വതം കുലുങ്ങി, പർവ്വത തേജസ് കൊണ്ട് നിറഞ്ഞു. പത്രോസ് ഭയപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഞാൻ അനുഗമിച്ചവന്റെ തേജസ് ഇതാണോ?
എങ്കിൽ എനിക്കിനി വീടും കൂടുമൊന്നും വേണ്ട, ഇവിടെ അങ്ങിരുന്ന് ഈ തേജസ് കണ്ടോണ്ടിരുന്നാ മതി. ഇന്ന് രാത്രി എത്ര പേർക്ക് തേജസ് കാണാൻ കൊതിയുണ്ട്? നമുക്ക് ഭാഗ്യകരമായ രക്ഷ ഉദിച്ചുവല്ലോ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ രക്ഷ കാണാൻ പിതാക്കന്മാരൊക്കെ കാത്തിരുന്നു, പക്ഷെ കണ്ടില്ല. അവസാനം അവര് പാട്ടുപാടി അവസാനിച്ചു. എന്താ പാട്ടുപാടിയേ? സ്തോത്രം. ഈ രക്ഷ ഞങ്ങൾക്ക് വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയേനെ. രക്ഷ വന്നെങ്കിൽ യാക്കോബ് ഒന്ന് സന്തോഷിച്ചേനെ. രക്ഷ വന്നെങ്കിൽ ഇസ്രായേൽ ഒന്ന് ആനന്ദിച്ചേനെ. പക്ഷെ വന്നില്ല. വന്നെങ്കിൽ അവർ കൊതിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞു വന്നു. ഹലോ, പഴയ നിയമഭക്തന്മാർ കാണാൻ കൊതിച്ചത് പുതിയ നിയമഭക്തന്മാര് കണ്ണുകൊണ്ട് കണ്ടു. ഇന്ന് രാത്രി ആത്മക്കണ്ണുള്ളവനെ ഈ പന്തലിനകത്തവനെ കാണാം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അതുകൊണ്ടല്ലയോ ശീമോൻ, വന്യ വയോധികനായ ശീമോൻ 40 ദിവസം പ്രായമുള്ള കൊച്ചിനെ കയ്യിലോട്ട് മേടിച്ചു വെച്ചിട്ട് പറയാണ്, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടല്ലോ. സ്വത്രം പറഞ്ഞില്ല. പിതാക്കന്മാര് കാണാൻ കൊതിച്ച രക്ഷ യേശു കുഞ്ഞിനെ കയ്യിലോട്ടെടുത്ത് പിടിച്ചിട്ട് ആ മുഖത്തോട്ട് ശീമോൻ ചുംബിച്ചിട്ട് പറഞ്ഞു, പിതാക്കന്മാര് കാണാൻ കൊതിച്ച രക്ഷ എന്റെ കണ്ണ് കണ്ടല്ലോ. ഇന്ന് രാത്രി പലരും കാണാൻ കഴിയാത്തത് കാട്ടാക്കടയിൽ നിന്റെ കണ്ണ് കാണാൻ, ഈ മേഖലയിൽ നിന്റെ കണ്ണ് കാണാൻ ദൈവം ഒരുക്കിയ കൃപയോർത്ത്. ഓ റബാലബശന്തര, പോരാ പോരാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, പഴയ നിയമ ഭക്തന്മാർ കാണാൻ കൊതിച്ചത് പുതിയ നിയമസഭ കണ്ടല്ലോ. വിവരിക്കുന്നില്ല, സമയം ഓടിപ്പോന്നല്ലോ. ഒരു 2-3 പ്രത്യക്ഷത അത്യാവശ്യമായിട്ട് പറഞ്ഞേ ഒക്കത്തുള്ളൂ. എബ്രായ ലേഖനം 9-ാമത്തെ 26-ാമത്തെ വാക്യം, 9:26. അങ്ങനെയെങ്കിൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്തോത്രം പറയണം. ആമേൻ. സ്വന്തം രക്തം കൊണ്ട്, സ്വന്തം യാഗം കൊണ്ട് മാനവകുലത്തിന്റെ മുഴുവൻ പാപപരിഹാരത്തിനായി അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. കിടക്കാൻ വീടില്ലായിരുന്നു, ഉടുക്കാൻ തുണിയില്ലായിരുന്നു, കഴിക്കാൻ ആഹാരമില്ലായിരുന്നു, അന്തി ഉറങ്ങാൻ ഇടമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഭക്തൻ പാടിയ ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നു യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നു യേശുദേവ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ. സിയോൻ മണവാളനെ നമിക്കുന്നേ, സിയോൻ മണവാളനെ. അഖിലാണ്ടം മുഴുവൻ മെനഞ്ഞവന്. അവിടെ ലോഡ്ജില്ലെന്നല്ല എഴുതിയേക്കുന്ന കേട്ടോ. യേശുവിനും യോസഫിനും മറിയയ്ക്കും
താമസിക്കാൻ ഇടമില്ലായികയാലെന്ന. എന്ന് പറഞ്ഞാൽ ആ രാത്രിയിലത്തെ ലോഡ്ജിന്റെ വാടക കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞതിനാൽ മുറി കിട്ടിയില്ലെന്ന. ഹലോ, ബാക്കി അവിടെ വന്നേക്കുന്ന കനിഷുമാരി കണക്കെടുക്കുന്ന മുഴുവൻ പേർക്ക് താമസിക്കാൻ അവിടെ സംവിധാനമുണ്ട്. പക്ഷെ ഇവർക്ക് താമസിക്കാൻ ഇടമില്ല, കാരണം കയ്യിൽ വാടക കൊടുക്കാൻ പൈസ ഇല്ല. അല്ലല്ലേ പറയണം. പ്രൈസലോ. പട്ടിനുള്ള മൂലവസ്തു മൊത്തം സൃഷ്ടി ചെയ്ത ദൈവത്തിന് ഒരു കീറ്റുശീലയില്ലായിരുന്നു. നിന്നെ രക്ഷിക്കാൻ, നിന്റെ നഗ്നത മറയ്ക്കാൻ, നിന്റെ പാപം ക്ഷമിക്കാൻ, നിന്റെ രോഗമകറ്റാൻ. ഈ രാത്രി അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പെന്തിക്കോസുകാർ ഇവിടെയുണ്ട്? ഹല്ലേലൂയ. എൻ്റെ പൊന്ന് ദൈവമക്കളെ, അവന് കഴിയാത്തതൊന്നുമില്ല. അവന് സകലതും കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 10 പിള്ളാരും ചത്ത്, 3000 ഒട്ടകവും ചത്ത്, 7000 ആടും ചത്ത്, വീടും കത്തി, വസ്തുവും പോയവന്റെ അടുക്കലോട്ട് ഒരു ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച 7000 ആട് മുതൽ 14000 ആട് ലൈനായിട്ട് കയറി വരുന്നു. 3000 ഒട്ടകം പോയപ്പോൾ 6000 ഒട്ടകം കയറി വരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ വീടും സംവിധാനവും വസ്തു എല്ലാം കണ്ടപ്പോൾ ആ ഭക്തൻ വായങ്ങോട്ട് പൊത്തിയിട്ട് പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിനക്കൊരു കാര്യം അസാധ്യമല്ലെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി എത്ര പേർ അറിയുന്നുണ്ട് അവൻ ഒരു കാര്യം അസാധ്യമല്ല? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകം അസാധ്യമെന്ന് പറഞ്ഞിടത്ത് അവൻ സാധ്യത ഉളവാക്കി നിന്റെ മുഖത്തെ ആദരിക്കുകയോ. എന്തിനാ അവൻ ഒന്നാമത് പ്രത്യക്ഷനായത്? പണ്ടൊക്കെ നമ്മൾ പാടുമായിരുന്നു, ഇപ്പൊ അതൊന്നും പാടുന്നില്ലല്ലോ. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് യേശുവിന്റെ അരികിലുണ്ട് എല്ലാവരും വരുവീൻ ആഹാ ഓഹോ വെച്ചുള്ള പാട്ടല്ലേ പാടുന്നേ. പണ്ടാവുന്നുമല്ല. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം. ഒന്നാമത്തെ പ്രത്യക്ഷത ശത്രുതയെ അകറ്റി പുത്രത്വം തന്നു. ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരും പുത്രന്മാരും പുത്രിമാരുമാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവന്റെ മക്കളാകാൻ അവകാശം കൊടുത്തെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുന്ന നീ പുത്രനാ പുത്രിയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതൊക്കെ പണ്ടത്തെ ഭക്തന്മാര് രാവിലെ ഇരുന്ന് പാടുമായിരുന്നു. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ എനിക്കു നീ പാടിയാ കൊള്ളാവുന്നുണ്ടെങ്കിൽ സമയമില്ലല്ലോ, ഞാൻ മടങ്ങി വരികയാ. ഒന്നാമത്തെ പ്രത്യക്ഷത സ്വന്തയാഗത്താൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ഒന്നാമത് പ്രത്യക്ഷനായി. രണ്ടാമത്തെ പ്രത്യക്ഷത 24-ാമത്തെ വാക്യം. ആ അധ്യായം തന്നെ 9:24. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ അതല്ല കുഞ്ഞ് 24-ാമത്തെ വാക്യം വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ അന്ന് പ്രത്യക്ഷനായി, ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു. ഹലോ, ഇപ്പോൾ പ്രത്യക്ഷനായ കൈപ്പണിയായ ആലയത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു സ്തോത്രം പറയണം. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ കടശി രാത്രിയിൽ നിങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്.
അത് മറ്റുള്ള പശുക്കിടാവിന്റെയോ കാളക്കിടാവിന്റെയോ ആട്ടുകൊറ്റന്റെയോ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്. സ്തോത്രം പറയണം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് കയ്യെ വാരി പുരട്ടിയ സാനിറ്റൈസറോ മൂക്കുമായി പൊത്തിക്കെട്ടിയ മാസ്കോ 4ാമത്തെ ഡോസായ ബൂസ്റ്റോ ഒന്നും എടുത്തുകൊണ്ടല്ല നീ രാത്രി ജീവനോടിരിക്കുന്നേ. വെട്ടിക്കളയാൻ മേളിൽ നിന്ന് കൽപ്പനയിട്ടതാ. കൽപ്പനയിട്ടപ്പോൾ പുത്രൻ അപ്പുറത്ത് നിന്നുകൊണ്ട് രക്തം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവന് വേണ്ടി കൂടെ രക്തം ഒഴുകിയേ. അവൻ ഈ വർഷം ഫലം കായ്ച്ചിരുന്നുള്ള എനിക്കറിയാം. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി അവൻ ഫലം കായ്ക്കുന്നൊക്കെ വാചകം അടിച്ചാലും കായ്ച്ചില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഈ വർഷം കൂടെ കായ്ക്കുമെന്ന് നോക്കട്ടെ, ഞാൻ വളമിട്ട് നോക്കാം. അതുകൊണ്ട് ഈ വർഷം എന്ത് ചെയ്യരുത്, വെട്ടിക്കളയരുത്. ഹലോ, തമ്പുരാൻ മധ്യസ്ഥ അണച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ രാത്രി. നമ്മുടെ കൂടെയുള്ള പല പുള്ളികളെയും പെട്ടിക്കകത്ത് കൊണ്ടുപോയി അടക്കാൻ ആളില്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ മൈക്കിൽ കൂടെ ദൂരെ നിന്നുകൊണ്ട് അന്ത്യശുശ്രൂഷ ചെയ്തു. PP കിറ്റിട്ടുണ്ട്. അവരെ അവിടെ കൊണ്ട് ആരാണ്ട് മൊബൈൽ മോർച്ചറി വന്നവർ അടക്കിയിട്ട് പോയി. നിന്നെ അങ്ങനെ അടക്കാഞ്ഞത് മധ്യസ്ഥ അണച്ചുകൊണ്ടാ. അതുകൊണ്ട് അതൊക്കെ പണ്ട് ഇപ്പൊ കല്യാണ സ്ഥലത്തേ അത് പാടത്തുള്ളൂ. കല്യാണത്തിന് പാടാനുള്ള പാട്ട്, മരണത്തിന് പാടാനുള്ള പാട്ട്, സമയാന്തരം മരണത്തിന് പാടുന്ന പാട്ടല്ല. അതൊക്കെ നമ്മുടെ ആശാരി ഉപദേശി പാടിയുണ്ട്, ആരാധിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ പാടുമ്പോൾ നമുക്ക് പേടിയാ. ഒരു അല്ലല്ലേ പറഞ്ഞേ. പിന്നെ മറ്റേ പാട്ട് കല്യാണത്തിനെ പാടത്തുള്ളൂ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം. അതിപ്പോ പാട്ട് പാടുന്ന ഉപദേശിക്കുന്ന ആരെയും അറിയാം, സെക്രട്ടറിക്ക് അറിയത്തുമില്ല. കാരണം അത് പാടുന്നില്ലല്ലോ. സെക്രട്ടറി പാസും കൊണ്ടാ പെണ്ണെ പ്രാർത്ഥിച്ചെടുക്കാൻ പോയേക്കുന്നേ. പക്ഷെ ഇത് പാടാത്തതുകൊണ്ട് ഇപ്പൊ സെക്രട്ടറിക്കും അത് പിണങ്ങല്ലാരും എന്നോട്. പിണങ്ങിയാലും ഞാൻ രാത്രി പോവും. ഒരല്ലേ പറഞ്ഞേ. പണ്ടിതൊക്കെ ഭക്തന്മാർ പാടി ആരാധിച്ചാണ്. എൻ്റെ താതന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞെന്ന് പാടിക്കേ. താതൻ സന്നിധിയിലൻ പേർക്കു, ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. എനിക്ക് പാടി ആരാധിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ഈ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത അണയ്ക്കാൻ അവൻ പ്രത്യക്ഷനായിരിക്കുക. മധ്യസ്ഥ അണയ്ക്കാൻ ചെന്നേക്കുന്നത് വേറെ ഏതെങ്കിലും രക്തം കൊണ്ടല്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ രക്തത്തിന്റെ പ്രമാണം ഞാനൊന്ന് പറഞ്ഞേക്കാം, ഓടിച്ചു പറയാൻ സമയമില്ലെങ്കിലും. ഹല്ലേലൂയ. അങ്ങ് പ്രാകാരം വിട്ട് വിശുദ്ധ സ്ഥലം വിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടെ 3-4 വസ്തുക്കളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ പെട്ടകം, കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിഞ്ഞിരിക്കുക. അതിനകത്ത് 3 വസ്തുക്കളുണ്ട്. ഒന്ന് 2 കൽപ്പലകകൾ, മറ്റൊന്ന് മന്നയിട്ട് വെച്ച പൊൻപാത്രം, 3 അകരോന്റെ തളർത്ത് പൂത്ത് കായ്ച്ച ബദാം ഫലമുളവാക്കുന്ന വടി, മീതെ പൊന്നുകൾ തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിത ഒരു കൃപാസനം. കൃപാസനമേളെ ഒരു കെരൂബ് മറ്റൊരു കെരൂബിന് മേലെ നോക്കി ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂബുകൾ. ഇങ്ങനെ നിൽക്കുന്ന വസ്തുക്കളകത്തുണ്ട്. ഇതിന് നടുവിലേക്ക് ഈ പ്രാകാരം വിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാണ്ടിന്റെ രക്തം ഒരു വെള്ളിത്താലത്തിനടുത്ത് ഒരു പിടി ഈസോപ്പ് തണ്ടുമായി പുരോഹിതൻ ഭയത്തോടും ഭക്തിയോടും കയറി വരികയാ. വന്ന് പ്രാകാരം വിട്ട് വിശുദ്ധസ്ഥലം കയറി അതിപരിശുദ്ധതയിലേക്ക് ചെന്നിട്ട് ഈ കൃപാസനത്തിന്റെ മേൽ 7 പ്രാവശ്യം ഈ രക്തം ഇങ്ങനെ തളിക്കും. തളിക്കുമ്പോൾ അർപ്പിക്കപ്പെട്ടവൻ പാപമില്ലാത്തവനും ജനത്തിന്റെ പാപം പരിഹരിക്കാൻ ദൈവം തയ്യാറുമാണെങ്കിൽ സ്വർഗ്ഗ ശെക്കനിൽ ഇറങ്ങി വരും. കെരൂബുകളുടെ നടുവിലേക്ക് ശെക്കനിൽ ഇറങ്ങി വരുമ്പോൾ എവിടെ അനുഗ്രഹിക്കാൻ ദൈവം വെളിപ്പെട്ടാലും പ്രതിയോഗിയായ പിശാച് ഇറങ്ങി വരും. മോശയുടെ ശരീരത്തിന് ബാധിച്ച പുള്ളി, ഇയ്യോബിന് വേണ്ടി അനുവാദം ചോദിക്കാൻ ചെന്ന പുള്ളി ഇവിടെ വരും. അവൻ വന്ന് ചോദിക്കും, കർത്താവെ അനുഗ്രഹിക്കാൻ വന്നേക്കാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കുഴപ്പം കൊണ്ടുകാരൻ വന്നാന്ന് വിചാരിക്കരുത്, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. ഈ അകത്തിരിക്കുന്ന കൽപ്പലക അങ്ങ് കൊടുത്താണോ? അല്ല. അത് ഇവന്മാര് തല്ലിപ്പൊട്ടിച്ചില്ലേ? തല്ലിപ്പൊട്ടിച്ചു. അത് തല്ലിപ്പൊട്ടിക്കാൻ കാര്യം അങ്ങയെ കാളയോട് ഇവന്മാർ ഉപമിച്ചില്ലേ? അങ്ങയെ കാളയാന്ന് പറഞ്ഞ് ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ ഇറങ്ങി വന്നത്? ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വിഷയം ഉണ്ടാക്കാൻ വന്നല്ല. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ അഹരോനെ സൂക്ഷിച്ചോണം. അത് മോശയോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അഹരോന്റെ കയ്യിൽ മോശയുടെ നൈൽ നദിയെ രക്തമാക്കിയ വടിയുണ്ട്. മിസ്രൈമിലെ പാമ്പിനെ മുഴുവൻ വിഴുങ്ങിയ വടിയുണ്ട്. ചെങ്കടൽ 2ആയിട്ട് അടിച്ചു മാറ്റിയ വടിയുണ്ട്.
നിലത്തോട്ട പൂഴിയെ പേനാക്കുന്ന തവളയാക്കുന്ന വടിയുണ്ട്. മേലോട്ട് വടി ഉയർത്തിയാൽ കൽമഴ പെയ്യ്ക്കുന്ന വടിയുണ്ട്. ഈ വടി പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിലും പുള്ളിയുടെ സഞ്ചിക്കകത്ത് ബൈബിള് മാത്രമല്ല ഒരു ഉളിയും കൂടെ ഉണ്ട്. നമ്മൾ തോന്നുന്ന സഞ്ചിക്കകത്ത് ബൈബിളാണ്, ബൈബിള് തന്നെയല്ല, ഉളിയുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോണ സമയം നോക്കി ഇവൻ ഉളി വെളിയിലെടുക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. മേഖലയല്ലേ, പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. അച്ഛൻ മേളി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ ഉളിയും കൊണ്ട് ചാടി. ഉളി കൊണ്ട് ചാടിയിട്ട് അവൻ ഒറ്റ സുപ്രഭാതി കാളയെ റെഡിയാക്കി. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, സ്തോത്രം. അപ്പൊ തമ്പുരാൻ മേലെന്ന് പറഞ്ഞ ഇറങ്ങിച്ചല്ല, അവൻ ജനത്തിനെ കെട്ടഴിച്ചു വിട്ടെന്ന് പറഞ്ഞു. ഉളി കൊണ്ട് കാളയെ ഉണ്ടാക്കിയ കെട്ടഴിയും. അതുവരെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന കെട്ടൊക്കെ അഴിയും. മോശ ഇറങ്ങി വന്നപ്പോൾ ആകെ അന്തരീക്ഷന്മാർ കാളയെ തോളത്ത് വെച്ചോണ്ട് യഹോവയ്ക്ക് ഉത്സവം ആചരിക്കുക. മോശയ്ക്ക് കോപം വന്ന് കൽപ്പന എറിഞ്ഞു, പൊട്ടിച്ചു. കാളയെ അരച്ച് പൊടിച്ചു, യവന്മാരെ കുടിപ്പിച്ചു. ഇത്രയും നാളെ കാള തോളത്തറിഞ്ഞു, ഇപ്പൊ വയറ്റി കിടന്ന് ചാടുക. നിങ്ങൾ മിണ്ടുന്നില്ല. അതുവരെ തോളത്ത് വെച്ചോണ്ടുള്ള ചാട്ടമാണ്. ഇപ്പൊ വയറ്റി കിടന്ന് പുള്ളി എന്ത് ചെയ്യാണ്? പരിവർത്തിക്കുക. സ്വത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഒരു സ്റ്റേജും കാളെ പൊക്കുന്ന സ്റ്റേജ് ആകല്ല. നിന്റെ ഒരാരാധനയും കാളെ ഉയർത്തുന്നതാകല്ല. എല്ലാം നിന്നെ വിടുവിച്ച കർത്താവിനെ ഉയർത്തുന്നതാകണം. സന്തോഷമുണ്ട്. കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞത്. അല്ലെ, പുതിയ നിയമസഭയ്ക്കകത്ത് ഒരകരോന്റെ കാള വളരല്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞ, അതേടാ, അവന്മാർ രണ്ടാമത് കുത്തിക്കൊണ്ട് വന്ന കല്ലാണെങ്കിൽ ഞാൻ എഴുതിയ പ്രമാണം, ഞാൻ അനുഗ്രഹിക്കാൻ തന്നെ വന്ന. അല്ല, അനുഗ്രഹിച്ചോളാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനിങ്ങനെ കൂടെ കൂടെ വിഷയം ഉണ്ടാക്കാൻ ധരിക്കരുത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മഞ്ഞ ഇട്ട് വെച്ച പാത്രേ, ആ പാത്രം അത് ഇവന്മാർ ആദ്യം കഴിച്ചപ്പോൾ ഇങ്ങനെ തേൻ കൂട്ടിയ ദോശയാന്നൊക്കെ അല്ലേ പറഞ്ഞേ? അതെ അതെ. പിന്നെ പിന്നെ ഇവന്മാർ പറഞ്ഞ എണ്ണ ചേർത്ത ദോശയാന്നല്ലേ? അതെ. ഇപ്പോഴിപ്പോ പറഞ്ഞ ഈ സാരമില്ലാത്ത ആർക്ക് വേണമെന്നല്ലേ? ഹലോ, ഇവന്മാരോട് ഇടങ്ങഴിയെ പറക്കാമെന്ന് പറഞ്ഞ ഇവന്മാർ രണ്ടിടങ്ങഴി പറക്കി വീട്ടിൽ വെച്ച് കൃമിച്ചില്ലെന്ന്, കൃമി ഉണ്ടായി, നാറ്റം ഉണ്ടായില്ലേ? ഈ അനുസരണക്കേട് കാണിച്ച ഇത് സാരമില്ലാത്ത ആഹാരം എന്ന് പറഞ്ഞ ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ ഇറങ്ങി വന്നതെന്ന് അറിയാൻ ഞാൻ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആന്നടാ, അനുഗ്രഹിക്കാൻ വന്നതാ. അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ച് അവസാനിപ്പിച്ചോളാം. ഒരു ചോദ്യം കൂടെ. സ്തോത്രം. ഈ മണ്ടയ്ക്ക് വെച്ചേക്കുന്ന ഈ തളർത്തു പൂത്ത വടിയെ അകരോന്റെ ഇരുന്നപ്പം തളർത്തു പൂത്തത് ആയിരുന്നോ? അല്ല. ഇതിങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തളർത്തു പൂത്ത് കായ്ച്ച് ഫലം ഉണ്ടാകാൻ കാര്യം എന്നാ? അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ ഇവന്മാരെ അവിടെ ചോദ്യം ചെയ്തതല്ലേ? അവനെ ഉള്ളോ ശുശ്രൂഷയ്ക്ക്? അവന് മാത്രമേ കൃപയുള്ളൂ, ഞങ്ങൾക്കും കൃപയില്ല എന്നൊക്കെ ചോദിച്ച് ഗായക സംഘത്തിൽ നിന്ന് ഇറങ്ങി ബഹളം ഉണ്ടാക്കി ഭൂമി വാവിളിറന്ന് അവന്മാരെ രാത്രി വിഴുങ്ങി. ഓർക്കുന്നില്ലേ? ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഹലോ, സ്തോത്രം പറയണം. അകത്തിരിക്കുന്ന 3 വസ്തുക്കളും അനുഗ്രഹം പ്രാപിക്കാൻ വന്ന ജനത്തിന്റെ ഇന്നലകളിലെ പരാജയത്തെ കാണിക്കുന്നതാ. സ്തോത്രം പറയണം. ഒന്നുകൂടെ പറയാം. അകത്തിരിക്കുന്ന 3 വസ്തുക്കളും ഇന്നലത്തെ കുറവുകൾ വെളിപ്പെടുത്തുന്നതാ. പക്ഷെ തമ്പുരാന്റെ മറുപടി കേൾക്കണ്ടേ? എടാ പിശാചേ, നീ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കാണുന്നത് അകത്തിരിക്കുന്ന ഇന്നലത്തെ പാപമല്ലടാ, മീതെ ഒഴുകിയിറങ്ങുന്ന കുഞ്ഞാടിന്റെ രക്തമാടാ. ഇന്ന് രാത്രി നിനക്ക് വിരോധമായിട്ട് 1000 കുറ്റം പറയാനുണ്ടെങ്കിലും സ്വർഗം നോക്കുന്നത് നിന്റെ മീതെ ഒഴുകുന്ന കാബേലിന്റെ രക്തത്തെക്കാൾ. ഓ, കരമടിച്ചു ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന 1000 പൈശാചിക ചോദ്യത്തിനെതിരെ ഇന്നത് സ്വർഗം കാണുന്നത്. അതുകൊണ്ടല്ലേ വെളിപ്പാടുകാരൻ പറഞ്ഞേ, അവരെന്ന് പറഞ്ഞ നമ്മള്, അവനെന്ന് പറഞ്ഞ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും ഇന്നലകളിൽ തമ്പുരാൻ നടത്തിയ സാക്ഷ്യം ഹേതുവായും ജയിച്ചിരിക്കുക. സ്വത്രം പറഞ്ഞേ,
ഇന്ന് രാത്രി നീ തിരിച്ചു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ രക്തം ജയം പറഞ്ഞ് കയറണം കേട്ടോ. നീ വൈകിട്ട് കിടക്കാൻ പോകും മുമ്പേ രക്തം ജയം പറഞ്ഞ് കിടക്കണം കേട്ടോ. രാവിലെ ഉണരുമ്പോൾ ഈ രക്തം ജയം പറഞ്ഞ് എഴുന്നേൽക്കണം. ഇന്ന് രാത്രി അഴിയാത്ത പോരില്ല. നിന്റെ കുടുംബത്തിന് നേരെ പിശാച് ഉയർത്തിയ എത്ര വലിയ വെല്ലുവിളിയായാലും ഈ രാത്രി രക്തത്താൽ നീ ജയമെടുക്കുവാൻ. ജീസസ്. അപ്പൊ ഒരിക്കൽ പ്രത്യക്ഷനായി, ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു. 28-ാമത്തെ വാക്യം. ഉറങ്ങിപ്പോയോ? വായിച്ചേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അവൻ പാപം കൂടാതെ എന്ന് പറഞ്ഞ പണ്ട് അവൻ വന്നത് പാപത്തോടെയാണെന്നൊരു ധാരണ വരും. അങ്ങനെ അല്ല കേട്ടോ. അതാ പരിഭാഷയുടെ കുഴപ്പമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്നുള്ളത് തനിക്കായി പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരല്ലേ പറഞ്ഞേ? ഒന്നുകൂടെ ഞാൻ പറയുന്നു. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഓ, അതിന്റെ ഒരുക്കം നടക്കുകയാട്ടോ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലെ ഒറ്റ ഉരുളുപൊട്ടൽ, ഒരൊറ്റ മേഘസ്ഫോടനം, ഡാം സഹിതം പൊട്ടി, ഒരൊറ്റ ഭൂകമ്പം സമീപ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോയി. ആഫ്രിക്ക ഒഴുകിപ്പോയി. ഇന്നലെ ഉണ്ടായ ഒറ്റ ഭൂകമ്പം ഇന്തോനേഷ്യയിൽ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഉച്ചവരെ 2000 പേര് ചത്തു കഴിഞ്ഞു. ഹലോ, അവിടെ ഭൂകമ്പം, അവിടെ ജലപ്രളയം, സുരക്ഷിതമായി കെട്ടിയ ഡാമെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, ഹമാസുമായി യുദ്ധം, യമനും സൗദിയും കൂടെ യുദ്ധം, ഇന്ത്യയും കാനഡയും കൂടെ യുദ്ധത്തിന് ഒരുങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ നീ ഓർത്തോണം, അവൻ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുന്നു. അവൻ തേജസ്സിൽ പ്രത്യക്ഷ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. വായിച്ചാട്ടെ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. എന്തുവാ യോഹന്നാൻ കാൺമീൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയ എല്ലാരും വായിച്ചോണ്ടിരിക്കല്ലേ? വന്യവയോധികനായ 90 വയസ്സിന് മോളി പ്രായമുള്ള നല്ല യൗവനത്തിൽ തമ്പുരാന്റെ മാർവിടത്തെ ചൂട് അനുഭവിച്ച മാർവിടം ചാരിയ ഭക്തൻ മരണത്തോടടുക്കുമ്പോൾ വിശ്വാസി മക്കളെ പറയുകയാണ്, കാൺമീൻ. കാൽവറിയിലേക്ക് കൈയൊന്ന് ചൂണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ അർത്ഥനഗ്നനായി, മുൾക്കിരീടധാരിയായി, വിലാപ്പുറം കുത്തിക്കീറിയവനായി, ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെ പോലെ രോമം പിഴുതു പറിക്കപ്പെട്ടവനായി, പുറ ഉടവുചാല് പോലെ കീറിയവനായി, പാപപരിഹാരകനായി കിടക്കുന്ന യേശുവിനെ ചൂണ്ടിയിട്ട് യോഹന്നാൻ പറയാ, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ കാൽവറിയിൽ പിതാവ് എത്ര വലിയ സ്നേഹമാ നമുക്ക് വേണ്ടി നൽകിയത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. കാൽവറി ക്രൂശിലേക്ക് കൈ ചൂണ്ടി പറയാണ്, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹമാ നൽകിയത്. അടുത്ത വാക്യം, അങ്ങനെ തന്നെ നാം ആകുന്നു. പറഞ്ഞ എല്ലാരും കൂടെ, ഞാൻ ദൈവമക്കളാന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെ ഞാൻ ആകുമെന്ന് പറഞ്ഞേ. നിന്റെ പ്രതിയോഗിയായ പിശാച് കേക്കട്ടെന്നേ. ഞാൻ ദൈവത്തിന്റെ മക്കളാണ് നീ ഒന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെ നാം ആകുന്നു. അടുത്ത വാക്യം, ലോകം അവനെ അറിഞ്ഞിട്ടില്ല. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പറഞ്ഞെല്ലാരും ദൈവമക്കളാകുന്നു. അധികാരത്തോടെ പറയുന്നു, നാം ഇപ്പോൾ
ദൈവമക്കളാകുന്നു. അടുത്ത വാക്യം, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം അവനോട് സദൃശ്യന്മാരാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. യേശു എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ നാം ആയി തീരുമെന്ന് ഇന്ന് രാത്രി എത്ര പേരെ ഉള്ളത്തിൽ പ്രത്യാശയുണ്ട്? നമുക്ക് പാടി ആരാധന. തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം കാണുമെന്നുള്ള പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. അല്ലയോ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ എങ്ങനെയായിരിക്കും പ്രത്യക്ഷനാകുന്നത്? സമയമില്ലല്ലോ എങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 23-ാമത്തെ വാക്യം ഓടിച്ചൊന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-23. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാക്കിയാലും ചന്ദ്രൻ നാണിക്കുകയും, അവന്റെ തേജസ് വെളിപ്പെടുമ്പോൾ ചന്ദ്രൻ നാണിക്കും, സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. സൂര്യൻ ലജ്ജിക്കും. ഇവിടെ നോക്കണേ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം ചന്ദ്രായൻ 3 ചന്ദ്രനിൽ പോയെന്നുള്ളതാണ്. നമുക്കും അഭിമാനിക്കാം. സ്തോത്രം. അടുത്ത പുള്ളി സൂര്യന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അല്ലേ? അതൊക്കെ നമുക്കൊരു ബഹുമാനമാണ്. നമ്മുടെ ശാസ്ത്രത്തെ ലോകം അത്രയൊക്കെ ഉയർത്തിയല്ലോ. പക്ഷേ ഇപ്പൊ ചന്ദ്രന്റെ ഗമ രാത്രി ഞാനുള്ളതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നാ. സൂര്യന്റെ ധാരണ പുള്ളി ഉള്ളതുകൊണ്ടാണ് പകൽ നമ്മൾ ജീവിക്കുന്നതെന്നാ. പക്ഷെ അവൻ തേജസ് വെളിപ്പെടുമ്പോൾ അവന്റെ തേജസ്സിന്റെ മുമ്പിൽ ചന്ദ്രൻ നാണിക്കും. ഹലോ, സൂര്യൻ ലജ്ജിച്ച് തല താഴ്ത്തും. ആ തേജസ് അവന് മാത്രമല്ല, അവങ്കിൽ പ്രത്യാശ വെച്ച നമ്മൾ താൻ ഇരിക്കുമ്പോൾ തന്നെ ആകും. അപ്പൊ നമ്മുടെ തേജസ്സിന്റെ മുമ്പിൽ ചന്ദ്രൻ നാണിക്കുമെന്ന്, നമ്മുടെ തേജസ്സിന്റെ മുമ്പിൽ സൂര്യൻ ലജ്ജിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ പ്രാപിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചൊരു ബോധം നിനക്ക് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ചാട്ടവാറിന്റെ അടി 1 കുറയെ 40 അടി, 5 വട്ടം കൊണ്ട് പലവട്ടം കഷ്ടത, പലവട്ടം പട്ടിണി, പലവട്ടം കയ്യേറ്റം, പലവട്ടം കല്ലേറ്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത് എല്ലാം അനുഭവിക്കുമ്പോൾ പറയാണ്, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുകയാ. പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച്, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ